സുഹൃത്തുക്കളെ അങ്ങനെ 3 വർഷത്തെ ഡിഗ്രി പഠിത്തം കഴിഞ്ഞ് പിന്നെ 3 മാസത്തെ വെറുതെ ഇരിപ്പിന് ശേഷം നമ്മൾ 4 മാസത്തെ കോഴ്സ് പഠിക്കാൻ വേണ്ടി എറണാകുളത്ത് പോവാ കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഹോസ്റ്റലിൽ പോയി കിടന്ന് പഠിക്കുകയൊക്കെ പോകുന്നത്. അപ്പോൾ ഈ ഹോസ്റ്റൽ ലൈഫും ഈ പഠിത്തമൊക്കെ എങ്ങനെ തീരുമെന്ന് അറിയത്തൊന്നുമില്ല. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്നും അങ്ങോട്ടുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ കാണിക്കാൻ പോകുന്നതാണ് ഈ വ്ളോഗും ഇനി അങ്ങോട്ടുള്ള വ്ളോഗല്ല. ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും പുതിയുള്ള കുട്ടികളെ അങ്ങനെ നമ്മളിപ്പം എറണാകുളത്ത് പോകുക കേട്ടോ. ഇപ്പോൾ ഇനി അമ്പലത്തിൽ കയറി അവിടെ നിന്ന് ബസ് കയറി ട്രെയിനിന് പോകണം. ഇനി അതിനവിടെ ചെന്നിട്ട് കാണാം കേട്ടോ. സുഹൃത്തുക്കളെ അങ്ങനെ രാവിലെ തന്നെ എഴുന്നേറ്റ് അച്ഛൻ്റെ ഓട്ടോയ്ക്ക് കേട്ടോ. അച്ഛൻ കൊണ്ട് നമ്മളെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കും. ഇനി അവിടെ നിന്ന് ബസ് പിടിച്ച് ട്രെയിനിന് പോകണം. പോകുന്നതിന് മുമ്പ് നമ്മൾ അമ്പലത്തേക്ക് പോയിട്ടാട്ടോ പോയത്. പുതിയ കാര്യത്തിന് പോകുന്നില്ല, അതുകൊണ്ട് അമ്പലത്തേക്ക് പോയിട്ട് പോയേക്കാം. പിന്നെ ചിങ്ങം ഒന്നും കൂടെ അല്ലേ ഇന്ന്. സുഹൃത്തുക്കളെ നമ്മൾ എറണാകുളത്തിന് പോകുന്ന ഏറ്റവും റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മുടെ കൂട്ടുകാരൻ അവിടെ പോയി നിൽക്കാനാണ് പറഞ്ഞത്. പക്ഷേ നമ്മളെ ചെന്നപ്പോൾ അവനെ കാണുന്നില്ല. അവൻ ആദ്യം താമസിച്ച് വന്നത്. 9:30 വരും എന്ന് പറഞ്ഞ ട്രെയിൻ 10 മണിക്കാട്ടോ വന്നത്. അരമണിക്കൂർ നോക്കിയിരിക്കേണ്ടി വന്നു. ട്രെയിൻ ലേറ്റ് ആയിരുന്നു. അങ്ങനെ ടിക്കറ്റ് നോക്കി വരുന്ന ട്രെയിനൊക്കെ പോകുന്ന നോക്കിയിരിക്കുമായിരുന്നു കേട്ടോ. ട്രെയിൻ ടിക്കറ്റ് 35 രൂപ എറണാകുളത്ത് പോകുന്നത്. അങ്ങനെ 3 പേർക്കും കൂടെ 105 രൂപ. परशुराम एक्सप्रेस कन्याकुमारी से आने वाली एर्नाकुलम टाउन. അവിടെ കുറേ ഇരുന്നിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കിയതാണ്. നേരത്തെ ഉണ്ട് വലിയ പതാക. നേരത്തെ ഉണ്ടായിരുന്നോ അറിയത്തില്ല കേട്ടോ. ഇപ്പം നോക്കിയപ്പോൾ ഉണ്ട് വലിയൊരു പതാക. ട്രെയിൻ കുറച്ച് നേരം പോയപ്പോഴേ പിന്നെ 15 മിനിറ്റ് നിർത്തിയിട്ട് കേട്ടോ. അന്നേരത്തേക്കും ഉണ്ട് വേറെ ട്രെയിൻ പൂക്കിച്ചിട്ടോ പെട്ടെന്ന് ഓടി അങ്ങ് പോയി. സുഹൃത്തുക്കളെ അങ്ങനെ നമ്മൾ എറണാകുളത്ത് എത്തി കേട്ടോ. ഇനി എറണാകുളത്തിന് നമുക്ക് അവിടെ നിന്ന് ഹോസ്റ്റലിലോട്ട് പോകണം. ഇനി അതിന് റാപ്പിഡോയിൽ ഓട്ടോക്കാരനെ വിളിക്കണം. ഇനി സുഹൃത്തുക്കളെ അങ്ങനെ നമ്മളിപ്പം എറണാകുളത്ത് എത്തി. ഇനി നമുക്ക് ഹോസ്റ്റലിൽ അങ്ങോട്ട് പോകണം. ഞാൻ ഊബറിനെ വിളിച്ച് അങ്ങോട്ട് പോകണം. അവിടെ നിന്ന് കാണിക്കണം. സുഹൃത്തുക്കളെ എറണാകുളത്ത് വരുന്നവർ ഇവരെയൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ഇവരെ ഇവിടുത്തെ മോഷ്ടാക്കളൊക്കെയാണ്. അതുകൊണ്ട് അതാ ഇവിടെ ഫോട്ടോ ഒക്കെ വെച്ചേക്കുന്നത് ഫ്ലെക്സ് പോലെ. സുഹൃത്തുക്കളെ അങ്ങനെ നമ്മൾ കുറേ നേരം നോക്കി നിന്നിട്ടാട്ടോ ഈ വണ്ടിക്കാരനെ കിട്ടിയേ. ആദ്യം വിളിച്ച പുള്ളി വന്നില്ല റാപ്പിഡോയിൽ കൊടുത്തിട്ട്. ഇതിപ്പോൾ രണ്ടാമത്തെ വണ്ടിക്കാരനാണ്. ഇപ്പോൾ പുള്ളിയോട് കൊടുത്ത് നമ്മൾ ഹോസ്റ്റലിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. 14 രൂപ കേട്ടോ, 14 രൂപ. ആ റാപ്പിഡോയിൽ ഫസ്റ്റ് ഓഫർ ആയതുകൊണ്ട. കുറേ സ്റ്റെപ്പ് കയറണം. ഏതാടാ നിങ്ങളുടെ ഏതാ? നിലയാ ഏതാടാ? പൂച്ചയും കറിയോ? കുടുസുമുറി. എൻ്റെ പൊന്നോ സുഹൃത്തുക്കൾ, അപ്പോൾ ഇതാട്ടോ നമ്മുടെ മുറി. ഉണ്ട് അലമാര. ഓ വേറെ എനിക്കതായിട്ട് മതി. സുഹൃത്തുക്കൾ അപ്പോൾ ഇതാട്ടോ അലമാര. ബാത്റൂമൊക്കെ. സുഹൃത്തുക്കളെ അങ്ങനെ നമ്മളിപ്പോൾ ഹോസ്റ്റലിൽ എത്തി കേട്ടോ. ഇനി നമുക്ക് ഇപ്പോൾ സമയം എത്ര 1 മണി ആറായി. നമുക്ക് 2 മണിയാകുമ്പോഴത്തേക്ക് ഇനി അവിടെ എത്തണം. നമ്മൾ പഠിക്കുന്നിടത്ത് എത്തണം. ഇനി കഴിച്ചൊക്കെ അങ്ങോട്ട് പോകണം. അപ്പോൾ ബാക്കി വീഡിയോസൊക്കെ പിന്നെ കാണിക്കാം കേട്ടോ. ഇവിടെ ഒരു പൂച്ച കാണിക്കാം. ഇവിടുത്തെ പൂച്ച കേട്ടോ. സുഹൃത്തുക്കളെ നമ്മളിപ്പം ഹോസ്റ്റലിൽ കയറി നമുക്ക് തിരിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകാം കേട്ടോ. ഇപ്പോൾ 2 മണിക്ക് ക്ലാസ് ഉണ്ട്. ക്ലാസ്സല്ല, ഇൻഡക്ഷൻ പരിപാടി. അപ്പോൾ കൂടാൻ വേണ്ടി പോകാം കേട്ടോ. നല്ല വെയിൽ. സുഹൃത്തുക്കളെ അങ്ങനെ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി അവിടെ ക്ലാസ്സൊക്കെ ഉണ്ട്. ക്ലാസ്സല്ല കേട്ടോ, ഓറിയൻറ്റേഷൻ ആയിരുന്നു. നാളെ ഇപ്പോൾ ബാച്ചിൻ്റെ സമയമൊക്കെ പറയുന്ന ക്ലാസ്സായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് അത് പൊരിച്ച് പോകാം കേട്ടോ ഹോസ്റ്റലിലോട്ട്. അതിൻ്റെ ഹോസ്റ്റൽ ബാക്കി ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റിയൊക്കെ നാളെ പറ്റി നാളെ പറയാം. സുഹൃത്തുക്കളെ ഈ വീഡിയോക്കകത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി കാണിക്കാനുണ്ടായിരുന്നേ. അന്നേരത്തേക്ക് നമ്മൾ പെട്ടെന്ന് ക്ലാസ് വിട്ട് പെട്ടെന്ന് കൊണ്ട് അതുകൊണ്ട് വീഡിയോ എടുക്കാനുള്ള അവകാശം കിട്ടിയില്ല, സമയത്തേം കിട്ടിയില്ല. അതുകൊണ്ട് പിന്നെ ക്ലാസ്സായി നാളത്തെ ബാച്ചിനെ പറ്റി പറയുന്നത് തിരക്കൊക്കെ ആയിരുന്നു. അതുകൊണ്ട് പിന്നെ വീഡിയോക്കകത്ത് കാണിക്കുന്നത് കേട്ടോ. അത് നാളത്തെ വീഡിയോക്കകത്ത് വിശദമായിട്ട് പറയാൻ കേട്ടോ എല്ലാം. അപ്പോൾ ഞങ്ങൾ പോയി ഇനി ഇപ്പോൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങൾ കഴിക്കാൻ പോവാം അടുത്തുള്ള സ്ഥലത്ത്. അതോ നടന്നു പോയപ്പോൾ കുനുവിനാന്ന് വണ്ടി ഫുള്ള് വണ്ടിയാണ് കേട്ടോ. തിരക്ക് ബൈക്കൊക്കെ പോകുന്ന കാണണം. ഇടയിൽ കൂടെ കയറ്റിയാണ് കൊണ്ടുപോകുന്നത്. സുഹൃത്തുക്കളെ രാവിലെ കഴിച്ചിട്ട് ഇപ്പോഴാട്ടോ ഒന്ന് കഴിക്കുന്നത് ബിരിയാണി.
കഴിച്ചപ്പോൾ ആണ്ടേ അത് വലിയ സുഖമില്ലായിരുന്നു. 120 രൂപയുടെ ബിരിയാണി, ഇറച്ചി കഷ്ണം കിട്ടി, മുട്ടയൊന്നും ഇല്ലായിരുന്നു. സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ ഹോസ്റ്റലിലെത്തി കേട്ടോ. നമ്മൾ രാവിലെ ഉച്ചയായപ്പം ഹോസ്റ്റലിലെത്തി. അത് കഴിഞ്ഞപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി തിരിച്ചു വന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നാളത്തെ ഇതായിട്ട് നമ്മൾ നാളെ കാണാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ കാണാം കേട്ടോ. എന്നാൽ ഓക്കെ.